അബുദാബിയിലെ പുതിയ അമ്പലം കാണാൻ വേണ്ടി വന്നതാണ്. ഇതാണത്. ദുബായിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററാണ് ദൂരെയുള്ളത്. ഇതിപ്പം തുറന്നിട്ടിപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇതാണ് ആ അമ്പലത്തിൻ്റെ മാതൃക. നല്ല വെയിലാണ്. ഇതാണ് മോളിൽ കാണുന്നത്. ഇപ്പോൾ സമയം ഒരു 10 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആളിപ്പോൾ കുറവാണ്. മുകളിലോട്ട് കയറി പോവാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ കുറേ ആൾക്കാരുണ്ട്. പേര് ഇവിടെയൊക്കെ റെസ്റ്റ് റൂമും ഇവിടെ ഫൗണ്ടനും ഒക്കെ ഉണ്ട്. ഇവിടെ ഷൂ വെക്കാനുള്ള സ്ഥലമാണ് കാണുന്നത്. ഇത് റെസ്റ്റ് റൂം. ഇവിടെ മണികളൊക്കെ ഉണ്ട്. മണി അടിക്കാം. ഇവിടെ എല്ലാം മണികളാണ്. അപ്പോൾ നമ്മളിവിടെ മുകളിലോട്ട് കയറുകയാണ്. ഇവിടുന്ന് മുകളിലോട്ടാണ് അമ്പലത്തിലേക്കുള്ള പ്രവേശനം. 7 എമിറേറ്റ്സിനെ പ്രതിദാനം ചെയ്താണ് ഈ അമ്പലം ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ 7 പ്രതിഷ്ഠകളുമുണ്ട് ഇവിടെ. അപ്പം നമ്മളിവിടുന്ന് പതുക്കെ മുകളിലോട്ട് പോവുകയാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ മുകളിലോട്ട് പോകുന്നു. ഈ അമ്പലത്തിൽ നല്ല മാർബിൾ വെച്ച്, മാർബിളാണ് ടൈൽസാണ്. ഓക്കെ, നല്ല സ്റ്റെപ്പ്, നല്ല ക്ലൈമറ്റാണ്. എല്ലാം ഫൗണ്ടനാണ്. ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് പോകുന്നു. ഓരോ ആൾക്കാർ ദർശനം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ പ്രവേശനം. ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. ശനി ഞായറൊക്കെ ഭയങ്കര ആളായിരിക്കും ഇവിടെ. ഇപ്പോൾ ദൂരെ ദുബായിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മുകളിലുണ്ട്. അബുദാബിയിൽ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ. ഇതൊക്കെ അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ ഓരോരോ രൂപങ്ങളൊക്കെ ഒത്തു വെച്ചിട്ടുണ്ട്. രണ്ട് കളറാണ്. ഒരു ക്രീം പോലത്തേതും ഒരു വൈറ്റ് കളർ. ഇവിടുന്നാണ് എൻട്രി മുകളിലേക്ക്. ഇന്ന് തിരിച്ചിറങ്ങി. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോകളൊന്നും വീഡിയോകളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് പുറത്തേ ഉള്ളത് എടുക്കുകയാണ്. നല്ല രസമുണ്ട്. 7 എമിറേറ്റ്സിനെ പ്രതിദാനം ചെയ്ത 7 പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. നല്ല വെള്ളാരം കല്ല് പോലത്തെ ഓരോരോ കാര്യങ്ങളുണ്ട്. എല്ലാം ഒറിജിനലായിട്ട് കൈവച്ച് ചെയ്തതാണ്. കൈ മെഷീൻസും ഒക്കെ വെച്ചിട്ട്. ഉള്ളിലത്തെ ഫോട്ടോകളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇവിടുന്ന് ഫോട്ടോ ചെയ്യുന്നുണ്ട്. നമ്മളിതിപ്പോൾ ചുറ്റിക്കറങ്ങി കാണാൻ പോവാണ്. അപ്പോൾ ഇവിടെയും താഴെ ഫൗണ്ടനുണ്ട്. ഇല്ല, ബ്ലൂ കളറിലെ ടൈൽസാണ് താഴെ. അപ്പം അതിൻ്റെ കളറ് വെള്ളത്തിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എല്ലാ മതക്കാർക്കും ഇവിടെ പ്രവേശനമുണ്ട്. അവിടെ അങ്ങനെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. കറക്റ്റായിട്ടുള്ള ഡ്രസ് കോഡ് മാത്രം ധരിച്ചാൽ മതി. അത് പിന്നെ അമ്പലങ്ങളിലെ ഓരോരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ അമ്പലത്തിലുള്ള. അല്ലാതെ വേറെ
ഇവിടെ ആർക്കും റെസ്ട്രിക്റ്റൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും ഇവിടെ വരാം. അതൊരു നല്ല കാര്യമായി ചെയ്തേക്കുന്നത്. UAE ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങളുള്ള ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു അമ്പലം ഇവിടെ വരാൻ സാധിച്ചത്. ഇപ്പം തന്നെ ദുബായിലും അബുദാബിയിലും എല്ലാം കൂടെ ഇപ്പോൾ 3 അമ്പലങ്ങളുണ്ട് ഇപ്പം തന്നെ. നല്ല കലാരൂപങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ചെയ്തതൊക്കെയാണ്. ഇവിടുത്തെ സമയം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പ്രവേശനം. ഇത് ഇവിടെ ഇടയ്ക്ക് ബ്രേക്കൊന്നുമില്ല. ഇത് കണ്ടിന്യൂസ് ഓപ്പണാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെ. പല ആൾക്കാരും വന്ന് കാണുന്നുണ്ട് ദൂരെ നിന്ന്. ഒരു നല്ല ഭംഗിയായിട്ടുണ്ടാക്കിയ ഒരു അമ്പലമാണ്. BAPS ഹിന്ദു മന്ദിർ എന്നാണ് ഇതിൻ്റെ പേര്. അതിന് മുമ്പേ പറഞ്ഞ ബാബ്സ് എന്നാണ് പറഞ്ഞത്. BAPS. ആറ് സൈഡിലും ഒരു ഫോൺ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയുണ്ട് താഴെ. ഏതായാലും നല്ല ഓരോരോ തുണികളൊക്കെ ചെയ്തേക്കുന്നല്ലേ. വിദേശികളൊക്കെ വന്ന് നോക്കുന്നുണ്ട്, കാണുന്നത് ഭംഗിയായിട്ട്. നല്ല കാറ്റാണ്, നല്ല ക്ഷീണം അറിയില്ല. ഇവിടുന്ന് ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ സൈഡിലെ കുത്തുകൊണ്ടുള്ള കണ്ടില്ലേ. ഞാനിപ്പോൾ അമ്പലത്തിന് ചുറ്റിനും വലം വെക്കുവാണ്. 7 എമിറേറ്റ്സുകളെ പ്രതിദാനം ചെയ്യുന്ന തരത്തിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ശിവനുണ്ട്, അയ്യപ്പനുണ്ട്, കൃഷ്ണനുണ്ട്, അങ്ങനെ പിന്നെ 3 ദേവിമാരും ദേവന്മാരൊക്കെ. അതിൻ്റെ പേര് എനിക്കറിയില്ല. അവരുടെ പേര് കറക്റ്റായിട്ട് എഴുതി വെച്ചതൊന്നും അറിയില്ല. എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്. ആ കാണുന്നതൊക്കെ കാർ പാർക്കിംഗ്. ഇപ്പോൾ നാൾ കുറവാണ്. ഈ ശനി ഞായറും അവധി ദിവസങ്ങളിലൊക്കെ ഭയങ്കര ആളായിരിക്കും. ഇവിടെയൊക്കെ വണ്ടി ഉള്ളവർക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. ആ ഒരു മൈനസ് പോയിന്റ് ഉണ്ട്. എന്നുവെച്ചാൽ ഉള്ളിലാണ് റോഡിൽ നിന്ന്. 100 കിലോമീറ്ററോളം ദൂരെ ആണ് ദുബായിൽ നിന്ന്. അബുദാബി സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ. കൊത്തുപണികളൊക്കെ കണ്ടില്ലേ. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി കൊത്തുപണികളാണ് ഇവിടെ കാണുന്നത്. ഇത് വന്ന് നേരിട്ട് കാണണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ നോക്കി ചെറിയ 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 ഓരോരോ കൊത്തുപണികളല്ലേ. ഇവിടെ ഈ സൈഡാണ് ഫ്രണ്ട് സൈഡ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളം പോലെ ഇരിക്കുന്നത് ഇത് ഉള്ള സൈഡ്.
ആൾക്കാരൊക്കെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉള്ളിലത്തെ വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് അമ്പലമാണ്, അതുകൊണ്ട് എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ അകത്തോട്ട് പോയി പിന്നെ ഭഗവാനെ അവരെല്ലാം തൊഴുതിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് പുറത്തെ കാഴ്ച കാണുന്നത്. വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. എല്ലാ നല്ല കൊത്തുപണികളും ഓരോരോ ഓരോരോ പ്രതിഷ്ഠകളൊക്കെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. വെളിയൊന്നും അടുത്ത് പോയി പക്ഷെ ടച്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിറിലെ പുറത്തെ കാഴ്ചകൾ. ദർശനത്തിനോട് പെടുത്തിരിക്കുകയാണ്. എല്ലാവരും വന്ന് നേരിട്ടൊന്ന് കാണണം. ഈ UAE-യിലുള്ളവരൊക്കെ ആർക്ക് വേണേലും വരാം. ഇവിടെ അങ്ങനെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതസ്ഥർക്കും ഇവിടെ എത്താൻ പറ്റും. അവിടെ നിന്ന് വരാൻ ഇവിടെ ഒരു പ്രശ്നമില്ല, ആർക്ക് വേണേലും വരാം. ഡ്രസ് കോഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ രക്ഷിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു കുഴപ്പമില്ല, ഏത് മതത്തിലുള്ള ആൾക്കാർക്കും വരാം. അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ചുറ്റോടുള്ള കാഴ്ച ടെമ്പിളിൻ്റെ താഴെയുള്ള സൈഡുകളാണ്. നമ്മളപ്പോൾ ഇവിടെ ചുറ്റിക്കറങ്ങി പോവുക. ഇവിടെയും പ്രവേശനമുണ്ട്. ഇവിടെ താഴെ, അപ്പോൾ ഇവിടെ താഴെ ഫൗണ്ടനാണ്. നമുക്കിവിടെ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. പുറത്ത് അകത്ത് മാത്രം അലൗഡല്ല. മുകളിലാണ് ടെമ്പിള്, മുകളിൽ താഴെ. ആൾക്കാരൊക്കെ മുകളിലത്തെ കാഴ്ചകളും ദർശനവും കഴിഞ്ഞിട്ട് പോവുകയാണ്. കലാടി നല്ലപോലെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നേരിട്ട് കാണാൻ പറ്റും നല്ലപോലെ. ഇതൊക്കെ എല്ലാം കൊത്തുപണികളാണ്. നല്ല ക്ലൈമറ്റാണ് അതിപ്പം, അതുകൊണ്ട് ഈ വെയിലായാലും കുഴപ്പമില്ല. നമുക്ക് എന്തോ നല്ല രസമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം. നല്ല ഗംഭീര കാഴ്ചകൾ. ഇവിടെ ആള് കുറവാണ്. അവധി ദിവസങ്ങളിലും ശനിയും ഞായറും ഒക്കെ ഭയങ്കര ക്രൗഡായിരിക്കും ഇവിടെ. അപ്പോൾ ഇതുപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വേറൊരു ആക്സസ് ആണ്, പക്ഷേ ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുവാണ്. ഇതൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ, അതിലാണ് സൗണ്ടുകളൊക്കെ കേൾക്കുന്നത്. ഇത് ബാക്ക് സൈഡാണ് ഇപ്പോൾ. നമ്മളിങ്ങനെ ഇതിനെ താഴത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ വലം കൊടുക്കും. ഞാൻ നേരത്തെ മുകളിലായിരുന്നു പോയത്. അവിടെ ഇവിടെ ഒരു വേറെ ടൈപ്പിൽ കാഴ്ചകൾ നടക്കണം. കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ തിരിച്ചിവിടെ എത്തി. ഇതിനെപ്പറ്റിയുള്ള ഈ ടെമ്പിളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണിത്.
കറങ്ങി തിരിഞ്ഞ് നമ്മളിപ്പോൾ ഫ്രണ്ടിലെത്തി. നമ്മൾ റെസ്റ്റോറൻറ്റ് നേരത്തെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് എന്നെ വീഡിയോ എടുക്കാൻ പോയത്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഫ്രണ്ട്. ഇതാണ് UAE ഏറ്റവും പുതിയ അബുദാബിയിലുള്ള BAPS ഹിന്ദു മന്ദിറിൻ്റെ കാഴ്ചകൾ. എല്ലാവരും വന്ന് കാണുക. UAEയിലുള്ളവരൊക്കെ നല്ലൊരു നമുക്കും ഇവിടെ പ്രദേശമുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും വന്നിരുന്ന് കാണുക.